നമസ്കാരം. നമ്മൾ പരവൂർ കുറ്റിങ്ങൽ മീനപ്രണി ഉത്സവത്തോടനുബന്ധിച്ച് പരവൂർ ഫ്യൂച്ചർ ഫോക്കസ് എന്ന സംഘടന 2010 മുതൽ കുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു സ്റ്റേജ് പരിപാടിയോ അല്ലെങ്കിൽ ഒരു പൂജയോ അങ്ങനെ നടത്തി വരികയാണ്. ഈ വർഷം ഒരു ആശാനെ കൊണ്ടുവന്ന് ചാക്യാർ കൂത്താണ് നടക്കുന്നത്. മാർഗി നാരായണൻ ചാക്യാരുടെ നേതൃത്വത്തിൽ ചാക്യാർ കൂത്ത് ഇന്നിവിടെ അരങ്ങേറുകയാണ്.
സമുദ്രമതിക്രമിച്ച് ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തെ പ്രാപിച്ച് സേനാനിവേശം ചെയ്തു വർത്തിക്കുന്ന സമയത്തിങ്കൽ വിഭീഷണാമാത്യന്മാരിൽ നിന്നും രാവണന്റെ നഗരരക്ഷാവൃത്താന്തത്തെ ശ്രമിച്ച് സുഗ്രീവനെ കൊണ്ട് വിരോധിപുരനിരോധനത്തെ ചെയ്യിച്ചതിന്റെ ശേഷം രാവണൻ നയജ്ഞനോ ദണ്ഡ്യനോ എന്നറിവാനായിക്കൊണ്ട് അംഗദനെ ദൂതനായിട്ട് നിയോഗിക്കാനായിക്കൊണ്ട് നിശ്ചയിച്ച സമയത്തിങ്കൽ അംഗദന്റെ അവസ്ഥയാകട്ടെ. അംഗദൻ രഘൂത്തമന്റെ ചരണങ്ങളെ വേഗേന നമസ്കരിച്ചു. അംഗദൻ ആ രഘുവംശശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ സമീപത്തങ്ങൾ ചെന്ന അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഭംഗിയായിട്ട് നമസ്കരിക്കുകയാണ് അത്യധികം. എപ്പോഴായിരുന്നു അംഗദൻ ആ ഭഗവാന്റെ സമീപത്തങ്ങൾ ചെന്ന് ഭഗവാനെ നമസ്കരിച്ചിരിക്കുന്ന അവസരം എപ്പോഴായിരുന്നു എന്നാണെങ്കിൽ ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹനുമാൻ എങ്കയിൽ പോയി മടങ്ങി വന്നതിന്റെ ശേഷം സീതാദേവിയുടെ അകനകഥകളെ കേട്ട് കുപിതമാനസനായി രാവണോധം പ്രതിജ്ഞ ചെയ്യാണ്. നിയന്ത്രിക്കാൻ ആളില്ലാത്ത സ്വരാന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നോക്കൂ, അടിയില്ലേ പലരന്മാര് തോന്നിയ പോലെ ഓരോ ദിക്കിലേക്ക് കിട്ടിയാൽ നോക്കുക. കുറെ അവിടെ ഒന്നും കൂടിയുണ്ട്, ചിലത് അവിടെ ഒന്നും കൂടിയുണ്ട്, ചിലത് ഇവിടെ ഒന്നും കൂടിയുണ്ട്. ഓ അത് ആയുധമൊക്കെ ആയിട്ട് പുറപ്പെട്ട് കുറെ നേരം ആയിട്ട് പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ആയുധമായിട്ട് പുറപ്പെട്ട് ഓ പ്രായം ചെന്ന കുടക്കന്മാരൊക്കെ വിളിക്ക് വിളിക്കുക ഈ ഭാഗത്തേക്ക് ഒന്ന് കൂടിയിട്ട് കുറെ എണ്ണം അതിന്റെ പൊളിച്ച് ആ ചുമരിനെ പൊളിച്ചാടി കയറിയിരിക്കേണ്ട കുറെ കൂടെ കൂടിയിട്ട് അനവധിയുണ്ട് പലരന്മാരെ. മറ്റുള്ളവരുടെ സൈന്യങ്ങൾ പോലെയല്ല ഭഗവാന്റെ സൈന്യം. അങ്ങനെ വന്നപ്പോ ഭഗവാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നേരെയാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഇവരെല്ലാവരും ഒന്ന് അടക്കി ഒതുക്കി വേണ്ട വിധത്തില് സൈന്യങ്ങളൊന്ന് വിന്യസിച്ചിട്ട് വേണം പിന്നീട് കാര്യത്തെ പുറപ്പെടാൻ എന്ന് നിശ്ചയിച്ച് ആരോടോ പറയുകയും ചോദിച്ചു. അത് താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അനുസരിച്ചുകൊണ്ട് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അവരില് പ്രമുഖനായിട്ട് ആളുണ്ടാവും. അവരോട് ആരോടെങ്കിലും പറഞ്ഞ് ആ വയനാട് സൈന്യങ്ങളെ ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തിയിട്ട് വേണം നീള കാര്യങ്ങൾ നിശ്ചയിക്കാൻ എന്ന് നിശ്ചയിച്ച് ആ വാനര ചക്രവർത്തിയായിരിക്കുന്ന സുഗ്രീവനുണ്ട്. സുഗ്രീവനാണ് പ്രധാനപ്പെട്ട പറയും. എന്നിട്ട് പിന്നിൽ പോയി നിൽക്കുക. സുഗ്രീവ കണ്ടില്ലേ നമ്മുടെ അവസ്ഥ? പറഞ്ഞിട്ട് കേൾക്കുന്നത് പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ട് അവിടെ പോയി നിൽക്കുന്നേ നോക്കി നീ ആയി കഴിഞ്ഞാൽ ശരിയാവുള്ളൂ. കണ്ടില്ലേ സുഗ്രീവ നമ്മുടെ ആൾക്കാരുടെ അവസ്ഥ? പുറക്കന്മാരെ എല്ലാവർക്കും ചാടി അത് കൊടുക്കുക. എപ്പോഴായില്ല ചിലർ ചാടി കൂടി വരും. അനവധി പുറക്കന്മാരെ ഇവരുടെ ഇഷ്ടം പോലെ ഇങ്ങനെ ചാടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ഉണ്ടാവും. തനിക്ക് ബാധ കേട്ടോ ഈ പറഞ്ഞൊക്കെ. ഇതും കൊണ്ട് നടത്തണമെന്ന് വിചാരിച്ച കാര്യമൊന്നുമില്ല. ശൂരത്തമ്മ കയറേണ്ടി വരും. ഈ പ്രായത്തിൽ ശൂരത്തമ്മ കയറാൻ പുറപ്പെട്ടാൽ ഒരു വിധം കേൾക്കാവും. കയറ്റാൻ പാകത്തുള്ള വേഷാണാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ശൂരത്തമ്മ കയറ്റാൻ ആർക്കെല്ലാവർക്കും കൽപ്പന ഒരുപോലെ ബാധകമായിട്ടുള്ള കേട്ടോ ഇത് പറഞ്ഞ് പയ്യന്മാർക്ക് അറിയാം. സുഗ്രീവൻ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പേടിയായി. എല്ലാവരും വളരെ അച്ചടക്കത്തോടു കൂടി അങ്ങനെ ആ സേനാനിവേശമൊക്കെ ചെയ്ത് ഇരിക്കുമ്പോഴാണ് വിഭീഷണന്റെ മന്ത്രിമാര് 3 പേര്. വിഭീഷണൻ രാവണനെ ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്നുണ്ട്. അപ്പൊ ആ വിഭീഷണന്റെ 3 മന്ത്രിമാരും വിഭീഷണ കൂടെ പോരുണ്ടായിട്ടുണ്ട്. അവരും ഇവിടെ വന്ന് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്താ ഭഗവാൻ ഒരു കഴിവ് കൊടുത്തെന്ന് വെച്ചാൽ ആ ലങ്കയിലുള്ള നീക്കങ്ങൾ കണ്ടുപിടിച്ച് സമയാസമയങ്ങളിൽ ഇവിടെ വന്ന് അറിയിക്കുക. അതാണ് അവരോട് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ വരും. എന്താ പോ 3 പേരും കൂടെ വരികയുണ്ടായത്? ലങ്കയില് കുറച്ച് വിശേഷമുണ്ട്. പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ പോ ലങ്കയില് അവിടെ രാവണൻ നഗരരക്ഷ ചെയ്തിട്ടുണ്ട്. രാവണൻ നഗരരക്ഷ ചെയ്യേ എന്തിനാണ്? ഈ
രാവണൻ അറിയാതെ കണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആരും തന്നെ രാവണന്റെ രാജധാനിയുടെ അകത്തേക്ക് ലങ്കയുടെ അകത്തേക്ക് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ രാക്ഷസന്മാരെ കാവൽ നിർത്തിയിട്ടുണ്ട്. ഈ രാവണൻ അറിയാതെ കണ്ട് ഒരാള് പോലും ആ ലങ്കയുടെ അകത്തേക്ക് കിടക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ച് അതിബലവാന്മാരായിരിക്കുന്ന രാക്ഷസന്മാരെ അവിടെ കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനല്ല ഇനി നമ്മളറിയാതെ കണ്ട് ഒരു രാക്ഷസൻ പോലും അതിനുള്ളിൽ പുറത്തേക്ക് ഇങ്ങോട്ട് കിടക്കരുത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് ദൂതനായിട്ട് പറഞ്ഞയക്കണം. രാവണന്റെ അടുത്തേക്ക് ഒരാളെ ദൂതനായിട്ട് പറഞ്ഞയക്കണം. എന്തിനാ ദൂതനെ പറഞ്ഞയക്കേണ്ട ആവശ്യം എന്നാണെങ്കിൽ മറ്റൊന്നല്ല, രാവണൻ നയജ്ഞനാണോ ദണ്ഡനാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നയം കൊണ്ട് കാര്യം സാധിക്കാവുന്ന ആളാണോ അല്ലാതെ ദണ്ഡം തന്നെ പ്രയോഗിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആദ്യം അറിയേണ്ട ആവശ്യമുണ്ടോ വാസ്തവത്തില്? രാവണൻ ദണ്ഡനാണ് എന്ന് നിശ്ചയിച്ച് രാവണവധവും കൂടി പ്രതിജ്ഞ ചെയ്തിട്ടല്ലേ എല്ലാവരും കൂടി സമുദ്രം കടന്നുകൂടെ വരേണ്ടായത്? ഈ ആദ്യം ഒരാളെ പറഞ്ഞാൽ അതിന്റെ ആവശ്യം ഉണ്ടോ വെച്ചാൽ വാസ്തവത്തില് സുഗ്രീവ അതിന്റെ ആവശ്യം. അല്ലെങ്കിലും രാമനെയും രാമന്റെ ആൾക്കാരെയാണ് ഏറ്റവും കുറ്റപ്പെടുത്തുന്നത് അല്ലേ? അവരൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ രാമനും രാമന്റെ ആൾക്കാരാണ് രാജ്യം പിടിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന്റെ ആൾക്കാർ. അപ്പൊ ഇങ്ങനെയും കൂടി ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ശക്തി കൂടും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദൂതനെ പറഞ്ഞേക്കെന്ന് പറയേണ്ടായത്. അപ്പോ ആ ശത്രുവിന്റെ സമീപത്തിങ്ക ചെന്ന് ശത്രുവിന്റെ തെറ്റുകളെ പറഞ്ഞ് മനസ്സിലാക്കി അയാളെ തിരുത്തി നേരായ മാർഗത്തിങ്ക കൊണ്ടുവരാനായിട്ട് സമർത്ഥനായിട്ട് ആളാവണം. അതാണ് ബുദ്ധിദാന നിപുണനായിട്ടുള്ള ദൂതൻ വേണം എന്ന് പറയാനുള്ള കാര്യം. ഈ അംഗവൻ വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യണം. ഈ അംഗമെന്ന് പറഞ്ഞാൽ ആരാ? വാനര ചക്രവർത്തിയായിരുന്ന ബാലിയുടെ പുത്രനായിട്ടുള്ള ആളാണ് ഈ അംഗവൻ. അപ്പോ ആ ബാലിയുടെ പരാക്രമവും ശക്തിയൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് രാവണൻ. പണ്ട് ആ ബാലി പിടിച്ച് കെട്ടാനായിട്ട് നാരദന്റെ കൂടെ പുറപ്പെടേണ്ടായിരുന്നു. ലങ്കയിൽ കഴിഞ്ഞ കാലത്ത് ഒരു ദിവസം നാരദ മഹർഷി അവിടെ വന്നപ്പോൾ നാരദ എന്തൊക്കെയാ ലോകവിശേഷങ്ങള്? ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള ആളാരാ? എനിക്ക് സംശയമില്ല, അങ്ങ് തന്നെയാണ്. പിന്നെ എന്താ പറഞ്ഞ സംശയമുള്ളത്? അല്ല, ഞാൻ സ്വർഗത്തിൽ നിന്ന് വരണ വഴിക്ക് ദേവന്മാര് അവിടെ രണ്ട് പക്ഷമായിട്ട് ഇരുന്ന് വാദിക്കണ വിട്ടു. ചിലര് പറയുന്നത് അങ്ങാണ് ഏറ്റവും ശക്തനായിട്ടുള്ള ആള്, മറ്റു കൂട്ടർ പറയുന്നത് ബാലിയാണ് ശക്തനായിട്ടുള്ള ആള്. ബാല്യ ആരാത്? ഒരു കുരങ്ങൻ. ഒരു കുരങ്ങൻ എന്നെക്കാളും ശക്തനാണോ എന്നാണോ അവർ പറയുന്നത്? ആഹാ, എന്നൊരു കാര്യം അവരെ കൂടെ അവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയില്ലോ അതില്ല. അവരെ കൂടെ അവർ ജയിച്ചാൽ പിന്നെ സംശയിക്കേണ്ട അങ്ങ് തന്നെയാണ്. രാവണ ഇപ്പൊ തന്നെ പുറപ്പെടാൻ കൊണ്ട് വേഗം ചന്ദ്രഹാസമൊക്കെ ഇട്ട് പുറപ്പെട്ടു. എവിടെ ഈ ആയുധമൊക്കെ ഇട്ട് പുറപ്പെട്ടായിരുന്നത്? നാരദ ഭാര്യയെ പിടിച്ചു കെട്ടണ്ടേ? അയ്യോ, ഒരു കുരങ്ങിനെ പിടിച്ചു കെട്ടാനായിട്ട് ആരെങ്കിലും വാളൊക്കെ എടുത്തോണ്ട് പുറപ്പെടുമോ? എന്താ അത് കണ്ടാൽ തന്നെ അവൻ ചാടിപ്പോ. പിന്നെ അതിന്റെ പിന്നാലെ കൊണ്ടുവരും. ഒരു കാര്യം ആ വാളൊക്കെ അവിടെ വെച്ചു കേട്ടോ. ഒരു മുഴം കയറ് അവൻ്റെ കൈയും കാലും കൂടെ കൂട്ടി കെട്ടിയിടാനേ അത് കഴിക്കുക എന്നിട്ട് പോകാൻ. അത് ഒതിനൊരു കാടൊക്കെ വെച്ച് കായകളെ കേട്ടോ. ആരാ ഒരു കാര്യം കേട്ടോ, എല്ലാം കഴിയുന്നവരെ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് മുന്നേറി അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത്. ഇത് കഴിയുന്ന വരെ എൻ്റെ കൂടെ ഉണ്ടാവണം. എല്ലാം എൻ്റെ വരെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഭാര്യ പിടിച്ച് കെട്ടാനായിട്ട് പോയി. ഞാൻ കെട്ടാനല്ല പറഞ്ഞത്, പിടിക്കാനല്ല പറഞ്ഞത്. ഞാൻ പിടിക്കാൻ ചെന്നപ്പോൾ എന്നെ കെട്ടി. ആവശ്യമില്ലാത്തവർക്ക് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. അതുകൊണ്ട് പിടിക്കാൻ പുറപ്പെടുന്നവരൊക്കെ മനസ്സിലാക്കിക്കൊണ്ടു. ചിലപ്പോൾ കെട്ടി പെടും. അപ്പോഴത്തേക്ക് കഴിഞ്ഞില്ല. കെട്ടി കഴിഞ്ഞിട്ട് പിടിക്കാനും കുഴപ്പമില്ല. അല്ലാതെ പുറപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വേണം. അതുകൊണ്ടായി കുഴപ്പമില്ല. എന്റെ കയ്യൊക്കെ എന്റെ രണ്ട് കൈയും കെട്ടിയിട്ടു. എന്തിനാ ഇത്ര ലുക്ക് കാണിക്കാൻ പുറപ്പെട്ടെ? 20 കൈയില്ല അങ്ങേക്ക്. ആ 20 കൈ കൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ പിടിക്കാതില്ലേ? ഇപ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അതുകൊണ്ട് കഴിഞ്ഞു. ബാക്കിയുള്ള കൈ കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ച് വലിക്കാം. അപ്പൊ തല കെട്ടി കഴിഞ്ഞു, കയ്യും കെട്ടി, കാലും കെട്ടി. ഇനി എന്തെങ്കിലും ഉണ്ടോ? നാരദ എല്ലാം കഴിഞ്ഞു. എന്നാ ഞാൻ പോവാ കേട്ടോ. അങ്ങോട്ട് പോയി. അത് നാരദനോട് അങ്ങനെയല്ലേ പറയാം, എല്ലാം കഴിഞ്ഞിട്ട്
പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായോ? ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ? ഞാൻ പോവാന്ന് പറഞ്ഞ നല്ലൊരു അവിടെ ഇത് ഭാര്യ പിന്നെ കിടക്കണേ. ഭാര്യ ഇതൊക്കെ അറിയുന്നത്. ഇപ്പൊ ഭാര്യയാണെങ്കിലോ സമുദ്രത്തിൽ ചാടി തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാല. അപ്പോ ഒരു സമുദ്രത്തിൽ തർപ്പണം കഴിഞ്ഞാൽ അടുത്ത തർപ്പണത്തിലേക്ക് ചാടി. അപ്പൊ ചാടുമ്പോ എന്താ ഈ വാലിമ ഒരു ഭാണ്ഡം പോലെ തൂങ്ങി കിടക്കേണ്ടി വരും അവിടെ. അപ്പൊ ഈ കെട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മേലെ തൊഴിലൊക്കെ പോയി തുടങ്ങി. അത് ഈ ചാടുമ്പോ വാല് കെട്ടോട്ടല്ലേ, ആ ഖനം കാരണം വെള്ളത്തിൽ കൂടിയാണോ നിൽക്കുക. ആ സമുദ്രത്തിലുള്ള ഉപ്പുവെള്ള അതങ്ങനെ ആ മുകളിലോട്ട് ഉപ്പുവെള്ളം വീഴാനുള്ള സുഖല്ലേ. വേണ്ട വേണ്ട, മുറുക്കണ്ട മുറുക്കണ്ട മുറുക്കണ്ട, അയക്കണം, അയച്ചു വിടണം. അയച്ചു വിടുമ്പോൾ നമുക്ക് സംശയമൊന്നുമില്ല. പിന്നെ കൂടെ അയച്ചു വിടാം. എന്റെ ചോട്ടിലേ എല്ലാം വേണ്ട, മുറിക്കാൻ മതി മുറിക്കാൻ മതി എന്ന് പറഞ്ഞാൽ വാലോട്ട് കെട്ടും വെക്കും. അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇതാ പറയുക. കുറെ കഴിയുമ്പോ ഭാര്യ ഒന്ന് അയച്ചു കൊടുത്തു. അതെ ഒരു കാര്യം അങ്കത നിന്നോടാണ് വിളിക്കുന്നത്. നീ അതിൽ നോക്കിക്കാണ്ട് എന്റെ മുഖത്തേക്ക് നോക്ക്. നീ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? ആവോ അതിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിഞ്ഞില്ല, നിന്നെയാണ് എല്ലാവരും കൂടെ അപ്പൊ ലങ്കയിലേക്ക് പറഞ്ഞയക്കാനായിട്ട് തീരുമാനിച്ചതുകൊണ്ട് എത്രയും വേഗം ലങ്കയിലേക്ക് ചെന്ന് ആ രാവണനെ കണ്ട് സ്വാമിയുടെ ഈ അഭിപ്രായത്തെ രാവണനോട് പറഞ്ഞ് എന്താണ് രാവണന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് വേഗം പറഞ്ഞു വയ്ക്കാം. ഏതൊരു കാര്യത്തിന് പുറപ്പെടുന്ന ആളാണെങ്കിലും വേണ്ടില്ല, കാര്യം എത്ര നിസ്സാരമായിട്ടുള്ളതാണെങ്കിലും വേണ്ടില്ല, എത്ര ഗൗരവമായിട്ടുള്ളതാണെങ്കിലും വേണ്ടില്ല, ആദ്യം ചിന്തിക്കേണ്ട വിഷയം അതാ. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യവും ഭംഗിയെടുക്കുന്നുള്ളൂ. സാക്ഷാൽ ഈശ്വരന്റെ ഒന്നും കാണാനുള്ള ഭാഗ്യമൊന്നും നമ്മളാരും ചെയ്തിട്ടില്ല. അപ്പോ പ്രത്യക്ഷ ദൈവങ്ങളായിട്ടാണ് ഇവരെല്ലാവരെയും കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയാനുള്ള കാരണം. എന്താണ് ആ ദൈവത്തിന്റെ നാമം അവസാനം പറയുള്ളൂ. എന്താണ് ഇവര് 3 പേരും ആ ദൈവതുല്യന്മാരായിട്ടുള്ള ആശാര. അപ്പൊ അവരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹത്തിന് സമാനമായിട്ടുള്ള. അപ്പൊ ഇവിടെ ആ സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ തന്റെ ചെറിയച്ഛനാണ്, വാനചക്രവർത്തി ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സുഗ്രീവന്റെ അനുഗ്രഹം തനിക്ക് ആവശ്യമുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് അങ്കദൻ ആ സുഗ്രീവന്റെ അടുത്തേക്ക് എഴുതേണ്ടത്. അങ്കദ ലങ്കയിൽ പോയിട്ട് പറഞ്ഞു വന്നു കഴിഞ്ഞോ? ഇല്ല. പിന്നെയോ യാത്ര ചോദിക്കാൻ പുറപ്പെട്ടതേ ഉള്ളൂ. ഓരോ പോകാനായിട്ട് ഇത്ര അങ്കദം വേണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഇല്ലേ? നേരായ മാർഗത്തിൽ കൂടെ ചെന്നാൽ കാര്യപ്പെടാം. അതായത് അവിടെയൊക്കെ രാഷ്ട്രമാർ കാവലിലേക്കുണ്ടേ, അവരെയൊക്കെ കഥ കഴിഞ്ഞിട്ട് വേണ്ടി അവൻ്റെ അടുത്തേക്ക് എത്താൻ. അപ്പൊ നേരം വയ്ക്കും. ഇനി നേരം വയ്ക്കാൻ അത്ര സുഖമില്ല. ഇനി അത്രയും നേരം അവസാനിപ്പിച്ച് തന്നെ വേണം. അതിനെന്താ വേണ്ടത്? അങ്ങനെ ആലോചിച്ച് ആ പ്രാകാരഗ്രഹത്തിനായി ആ നിന്ന നിമ്മില് ഒരു ചാട്ടം ചാടി ആ ലങ്കയുടെ മതിലിന്റെ മുകളിൽ കയറിപ്പോയി. ആ സമയത്ത് അവിടെ രാവണന്റെ അക്ഷന്മാരെ കാവൽ നിർത്തിയിട്ടുണ്ടല്ലോ. അവരെ വാള് കുന്തം ഒക്കെ പിടിച്ച് കേമായിട്ട് താൻ എവിടെങ്കിലും നോക്കി നിന്നാൽ പൊരിഞ്ഞു വന്ന ചാടിയ തന്നെ തൂക്കടിച്ചോളൂ. അതുകൊണ്ട് മനസ്സിലെടുത്തിന്നൂടെ ഞാൻ വെറുതെ നോക്കിയിരുന്നല്ലേ കണ്ടോ എന്റെ കുന്തം. അങ്ങനെ ഞാൻ ചാടി വന്നാൽ ഞാൻ ഈ കുന്തം കൊണ്ട് അവന്റെ വായയിലേക്ക് ഒരു കുത്തി അവന് ചോട്ടിക്കൂടെ അതോടുകൂടി അവന്റെ കസയം കഴിയും. തന്റെ കുന്തം മുണ്ടാവുകയും അപ്പൊ അവൻ ചാടിയിട്ട് 7ാമത്തെ മുതലിന്റെ മുകളിലാണ്. ഇനി അവിടെ ചാടിയാൽ സ്വാമിയുടെ അടുത്തേക്ക് എത്തും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവനെ പിടിക്കാം. അപ്പൊ പിടിക്കാൻ പറഞ്ഞാൽ എവിടെയാ പിടിക്കുക? കണ്ടില്ലേ എവിടെയാ തുള്ളി കിടക്കുന്നത്? ഇത് വാലേ, ആ വാലുമ പിടിക്കുക. ആ വാലുമ പിടിച്ച് കിഴപ്പോട്ട് വലിക്കുക. വലിച്ചിട്ട് തലയ്ക്ക് വീരാൻ കറക്കുക. കറക്കിയിട്ട് ആ ചുമരുമേ ഒരടി അടിച്ചാൽ അതോടുകൂടി അവൻ തരും. പറഞ്ഞു വീഴുന്ന രാവണൻ മരുന്നടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. സിംഹാസനം രാവണന്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ കണ്ടാൽ ആ സിംഹാസനം ഇങ്ങനെ രാവണനോട് പറയാണോ തോന്നുന്നു. രാവണ കുറെ കാലമായില്ലേ എന്റെ നെഞ്ചത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഞാനൊന്ന് ഇരുന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കയറി ഇരിക്കുകയാണെന്ന് തോന്നുന്നു. രാക്ഷസന്മാരെ ഒരാള് പോലും അടുത്തേക്ക് വന്നില്ലേ. കുറ്റിക്കെട്ടാകെ വരച്ച് നിൽക്കുക. അവസാനം അങ്ങനെ തന്നെ വേണ്ടി വന്നു സിംഹാസനം എടുത്തു മാറ്റാനേ. അവസാനം കയറി ഇരുന്നിട്ട് ഒന്നും വിടാൻ പാവില്ല. ഞാൻ വന്നപ്പോ തോന്നി ഇവനിങ്ങനെ മിണ്ടാണ്ടിരുന്ന ഞാൻ എനിക്ക് പോകേണ്ട സമയമായി. ഞാൻ ഒന്നിട്ട് സമയം കുറെ ചെയ്യണു. ഇതിനു മുമ്പേ പോകേണ്ടതാ. സമയം വൈകി ഇവരെന്തെങ്കിലും പറഞ്ഞിട്ട് വേണം പോകാന്ന് വിചാരിച്ചിട്ട് നിന്നാ.
ഇനി ഇവിടെ നോക്കി എന്റെ പോക്ക് നടക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം അറ്റം തന്നെ അവനെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം ഞാൻ വന്നതിന്റെ കാര്യം പറയാൻ വേണ്ടി എന്ന് നിശ്ചയിച്ച് ആ രാവണന്റെ മനസ്സില് കോപമുണ്ടാക്കി തീർക്കാൻ ഭാഗത്തിന് ഓരോരോ പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് ആ രാമദൂതനായിരിക്കുന്ന രാവണന്റെ ഭാഗത്തിങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ഇങ്ങനെ യാതൊരു ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രന്റെ ദൂതനായിരിക്കുന്ന അംഗതനോ രാവണ പുരോഭാഗത്തെ പ്രാപിച്ച് രാവണന്റെ മുമ്പിൽ നിന്നുകൊണ്ട് രാവണന്റെ മനസ്സിൽ കോപമുണ്ടാക്കി തീർക്കാൻ ഭാഗത്തിന് ഓരോരോ പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് രാവണ പുരോഭാഗത്തിങ്ങൾ പ്രവർത്തിച്ചത് പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ പരിപാലനമായിരിക്കുന്ന ഈ ഭഗവത് സന്നിധിയിൽ ദേവി സന്നിധിയിൽ ദേവിയുടെ തിരുത്സവത്തോടനുബന്ധിച്ച് അനുഷ്ഠാന ക്ഷേത്രകലാരൂപമായിരിക്കുന്ന ചാക്യാർകൂത്തോടെ ലഭിക്കുവാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിത്തന്ന ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടും അതുപോലെ തന്നെ ചാക്യാർകൂത്ത് ഇവിടെ വഴിപാടായിട്ട് സമർപ്പിച്ച ഫ്യൂച്ചർ സംഘടനയുടെ എല്ലാ അംഗങ്ങളോടും അതുപോലെ തന്നെ എനിക്ക് നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും ഒരുക്കി തന്ന് എന്നെ സഹായിച്ച ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ നല്ലവരായിരിക്കുന്ന സുഹൃത്തുക്കളോടും ഈ കലാരൂപം ആസ്വദിക്കാൻ ചേർന്ന് എന്നോട് സഹകരിച്ച നല്ലവരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെയും എൻ്റെ സഹപ്രവർത്തകൻ്റെയും പേരിലുള്ള അകയിടമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ചാക്യാർകൂത്ത് ഇവിടെ അവതരിപ്പിച്ച മാർഗി നാരായണ ചാക്യാർ പ്രിയപ്പെട്ട കലാകാരൻ വർഷങ്ങളുടെ സുപരിയ പുറ്റിക്കൽ പൈതൃക ഭൂമിയിൽ ഇത്രയും നേരം ചാക്യാർകൂത്ത് അവതരിപ്പിച്ച മാർഗി നാരായണ ചാക്യാർ കൽപ്പാട്ടി പുറ്റിക്കൽ ദേവസ്വം ഭരണസമിതിയുടെയും പ്രിയ ഭക്തജനങ്ങളുടെയും പേരിലുള്ള കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു.